ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്ന് നമുക്കൊരു ടെമ്പിൾ ലുക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഹെയർ ബോ ചെയ്തെടുക്കാം കേട്ടോ. ഓണം ഒരു ഒക്കേഷനിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബോയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിൻ ബഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിപ്സും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഈ ഒരു ബോൾ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. തെർമോക്കോളിൻ്റെ ഒരു ബോൾ, അതിലാണ് എന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാട്ടോ ഇത് ചെയ്തേക്കുന്നത്. എന്ത് മെറ്റീരിയൽ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരെണ്ണം അങ്ങനെ ഇളകി കിടന്നതാണേ. അപ്പോൾ ഇതുപോലൊരു ബോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഭയങ്കര ഈസിയാണ് ഈ ഒരു ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ ഒന്ന് ഒട്ടിച്ച് പറക്കി എടുക്കണം എന്നേ ഉള്ളൂ. നമുക്ക് പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നുമില്ല. ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള ജാസ്മിൻ ബഡ്സും പിപ്സും മാത്രമാണ്. ഇതിൽ ഒന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിയായിട്ടൊന്ന് നീറ്റായിട്ട് അടുക്കി പറക്കി ഒതുക്കി വെക്കാമെന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യണ വർക്കുകളൊന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല വിലയും ഉണ്ടാവും ഈ ഒരു ബോയ്ക്കൊക്കെ. ജാസ്മിൻ ബഡ്സ് ഉണ്ട് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓണത്തിൻ്റെയൊക്കെ സീസണിൽ നമ്മൾ വാങ്ങിക്കുന്ന ഈ ഒരു ടൈപ്പ് ബോയ്ക്കൊക്കെ കുറച്ച് വിലയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഒരു ബോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. രണ്ട് ടൈപ്പിൽ ഈ ഒരു ബഡ്സ് കിട്ടും കേട്ടോ. അതായത് ഗ്രീൻ കൂടെ ചേർന്നിട്ടുള്ളതും അല്ലാതെ ഇത് മാത്രമായിട്ടുള്ളതും കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രീനും കൂടെ ചേർന്നാണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കും ഉണ്ടാവുക. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ഇതാണ് കേട്ടോ. ഗ്രീൻ ഇല്ലാതെ വരുന്ന ഒരു ഇതാണ്. അത് കറക്റ്റ് ആ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് നമുക്ക് എന്താണ് കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, അതായത് സെറ്റിൻ്റെ കസവിൻ്റെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകുന്ന ഇതാണ് കേട്ടോ. ഗ്രീൻ ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു സംഭവമായിരിക്കും ആ ഒരു ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ മാച്ച് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചിട്ട് കുഞ്ഞു വാവാളുടെ ബാൻഡിലോട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു ക്യാൻവാസിൻ്റെ ഷീറ്റിലോ അല്ലെങ്കിൽ ബാൻഡ് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയലിലോ തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്താലും നല്ല രസമായിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഹെയർ ബോയ് ആയാലും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെയർ എക്സസറീസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്ളോഗ്സ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷിംല ആൻസേഴ്സ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതായത് നോർമൽ നമ്മുടെ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് പോലെയും അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഷിംല ആൻസേഴ്സ് വ്ളോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ബിസിനസ്സാണ് നിങ്ങളുടെ ഉദ്ദേശം, വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഏണിങ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇത് ഇപ്പം ഞാൻ ഈ വെച്ച് കൊടുക്കുന്നതിൻ്റെ പേര് കുറേ പേർക്ക് കൺഫ്യൂഷനാണ്. നമ്മളിതിനെ പിപ്സ് എന്നാണ് കേട്ടോ പറയുക. ഈ ഒരു ഐറ്റത്തിനെയാണ് പിപ്സ് എന്ന് പറയുക. പിന്നെ പോളൻ എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ എന്താണ് ഒരു ലീഫും എല്ലാം കൂടിയിട്ട് ഒരു ബഞ്ചായിട്ട് വരുന്നൊരു സംഭവമുണ്ട്, അതിന് പോളൻ എന്നാണ് കേട്ടോ പറയുക. ഇത് കൂടുതലും നമ്മുടെ ഏരിയയിലൊക്കെ പിപ്സ് എന്നാണ് പറയുക. വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി കളർ കിട്ടും. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡും, ഇത് ഗോൾഡ് അല്ല കേട്ടോ, ഒരു ആൻറ്റിക് കളറാണ് അതും. പിന്നെ വരുന്നത് സിൽവറുമാണ് കേട്ടോ. ഗോൾഡും വാങ്ങിക്കാനായിട്ട് കിട്ടും, സിൽവറും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് വച്ച് കൊടുക്കാനായിട്ട് പറ്റും. മറ്റ് കളറുള്ളതാവുമ്പോൾ ചിലതിനോട് നമുക്ക് മാച്ച് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ട് എല്ലാത്തിനോടും മാച്ച് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ജാസ്മിൻ ബഡ്സ്, ഹെയർ ബോ, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഇത് അത്രയ്ക്കും കൂടെ ഇളകി പോകുന്നില്ല കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇളകി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.